അങ്ങനെ 48 ടീമുകളിൽ തുടങ്ങിയ മത്സരം 4 ടീമുകളിലേക്ക് മാറിയിട്ടുണ്ട്, ചുരുങ്ങിയിട്ടുണ്ട്. സെമിഫൈനൽ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. മത്സരങ്ങൾ എപ്പോഴും നോക്കിയാൽ ഒന്നാം സെമിഫൈനലിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. ജൂലൈ 15 പുലർച്ചെ 12:30 ഈ ആദ്യ സെമിഫൈനൽ മത്സരം. രണ്ടാം സെമിഫൈനലിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ജൂലൈ 16 പുലർച്ചെ 2:30 ഈ മത്സരം. ഇനി ഗോൾഡൻ ബൂട്ട് റേസിലേക്കാണ്. അവിടെ ചില മാറ്റങ്ങൾ ഉണ്ട്. കിലിയൻ എംബാപ്പെ 8 ഗോളും 3 അസിസ്റ്റും നേടി ഈ റേസിൽ ഒന്നാമതായിട്ടുണ്ട് കിലിയൻ എംബാപ്പെ. ഈ മത്സരത്തിൽ, അതായത് കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടാൻ പറ്റാതായതോടെ മെസ്സിക്ക് എംബാപ്പയെ മറികടക്കാൻ സാധിച്ചിട്ടില്ല. ലിയോണൽ മെസ്സിക്ക് 8 ഗോളും 2 അസിസ്റ്റുമാണുള്ളത്. മൂന്നാം സ്ഥാനത്തെ എർലിംഗ് ഹാലണ്ടാണ് 7 ഗോളുമായി. അദ്ദേഹം ആ പട്ടികയിൽ മൂന്നാമതുണ്ട്. എന്നാൽ നോർവേ പുറത്തായതോടുകൂടി ഇനി ഒരു സാധ്യത അദ്ദേഹത്തിനില്ല എന്നത് ഉറപ്പാണ്. 4-ാം സ്ഥാനത്ത് ചെറിയ മാറ്റമുണ്ട്. ഇംഗ്ലണ്ട് ടീമിൽ 2 താരങ്ങൾ തമ്മിലുള്ള ഒരു മാറ്റം. ഇംഗ്ലീഷ് നായകൻ ഹാരി കെയ്നെ മറികടന്നിപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം 4-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 6 ഗോളിനൊപ്പം ഒരു അസിസ്റ്റ് കൂടി ബെല്ലിംഗ്ഹാമിനുണ്ട്. 5-ാം സ്ഥാനത്തുള്ള ഹാരി കെയ്ൻ 6 ഗോൾ മാത്രമാണുള്ളത്. അദ്ദേഹം ഒരു ഗോളിനും വഴിയൊരുക്കിയിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.